ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ മോണിറ്റൈസേഷൻ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും നാളെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് അതായത് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു, സാധാ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു, അതൊരു പേജ് രീതിയിലുള്ളൊന്നും ആയിരുന്നില്ല. അപ്പം കുറേ നാളുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്, അതാക്കാൻ നോക്കിയിട്ട് എനിക്ക് ആവുന്നില്ല. അത് റാൻഡമായിട്ടാണ് ഫേസ്ബുക്ക് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോരുത്തർക്ക് തോന്നുന്ന പോലെയൊക്കെ, അതായത് ഇന്ന പോലെ റീച്ച് കാര്യങ്ങളൊക്കെ കയറി വരുന്നവർക്ക് മാത്രമാണ് കൊടുക്കുക. എനിക്ക് റീച്ച് ഉണ്ടെന്നല്ല, അങ്ങനെയൊക്കെ നോക്കി എന്തോ അവരുടെ ക്രൈറ്റീരിയ അതെന്താണെന്ന് അവർ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല. അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഒരു 5000 പേരുണ്ടെങ്കിൽ അവരെനിക്ക് ഫോളോവേഴ്സായിട്ട് തന്നെ കിട്ടും. അപ്പം എനിക്ക് പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പുതിയ ഒന്നേന്ന് ഞാൻ ആൾക്കാരെ ഫോളോവേഴ്സിലോട്ട് കൊണ്ടുവരാൻ നോക്കേണ്ടി വരും. ഇത് അങ്ങനൊരു പാടില്ല. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ലിസ്റ്റ് ഏകദേശം ഒരു 5000-ഓളം അടുപ്പിച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ എനിക്ക് ഫോളോവേഴ്സായിട്ട് തനിയെ കിട്ടും. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും നാൾ. അപ്പം ഇന്നത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ടുണ്ട്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ, അതായത് ഇപ്പം ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ കൊടുത്ത് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് വെക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആരുടെയും വീഡിയോ ആണ് എനിക്ക് സ്റ്റാർസ് അയച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ അവർക്ക് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ എനിക്കത് കിട്ടുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പം വീഡിയോയുടെ കാണുന്ന ആഡ്സിനൊക്കെ, അതായത് പരസ്യത്തിനൊന്നും റവന്യൂ കിട്ടുന്ന രീതിയിലായിട്ടില്ല. അതാണെങ്കിൽ അത്യാവശ്യം റീച്ച് ആവണം. അപ്പോൾ അതിനുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യാനുള്ളൊരു ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇത് കാരണം. ഇത്രയും നാൾ ആ ഒരു ഇതില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് യാതൊരു ഗുണവും ഇല്ലായിരുന്നു. വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാനൽ മാത്രമല്ല, വേറെ 2-3 ചാനലുണ്ട്. ഗെയിമിൻ്റെയൊക്കെ ആയിട്ട് പല കണ്ടൻറ്റ് ചെയ്യുന്ന 3-5 ചാനലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് യാതൊരു ഗുണമില്ല. ഇന്നിങ്ങനെ ജസ്റ്റ് എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തതിൻ്റെ ചേച്ചി, പുള്ളിക്കാരി എനിക്ക് അറിയാവുന്ന, ഞങ്ങളിങ്ങനെ കണ്ടൻറ്റ് കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതായിരുന്നു. ആ ടൈമിൽ പുള്ളിക്കാരി അങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നതല്ല. അപ്പം ഇന്ന് ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിയപ്പം പുള്ളിക്കാരിയുടെ അതായത് ഫേസ്ബുക്ക് പേജിൽ ചുമ്മാ അത്യാവശ്യമില്ല അനാവശ്യമായിട്ട്, കാരണം യാതൊരു ഇതും ഇല്ലാത്ത രീതി കുറേ കണ്ടൻറ്റ്. കാരണം പുള്ളിക്കാരി എനിക്കറിയാം എന്ത് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നൊരു മൈൻഡുള്ള, ചുമ്മാ കുറേ കണ്ടൻറ്റൊക്കെ വരും. ഞാൻ ഇന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയാൽ 3-4 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എടുത്ത് നോക്കിയാൽ പുള്ളിക്കാരന് അത് ഓൺ ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പുള്ളിക്കാരി അത് കണ്ടില്ല. ചിലപ്പം എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമായി. കാരണം ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് എനിക്ക് കിട്ടുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പം ഇനി ഞാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കാണും. അപ്പോൾ ഓക്കെ, ബൈ.